ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലോട്ട് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ എന്താണ്, പ്രനൗൺ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അതേപോലെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ടുഡേസ് ടോപ്പിക് ഈസ് വേർബ്. എന്താണ് വേർബ്? വേർബ് എന്താണെന്നറിയാതെ നമുക്ക് ഒരു സെന്റൻസും ഒരു ഇംഗ്ലീഷും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് വേർബ്? ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? സബ്ജക്റ്റ് ആണ് വേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ്? പെട്ടെന്ന് സബ്ജക്റ്റ് പ്രൊനൗൺ പറയൂ. സബ്ജക്റ്റ് പ്രൊനൗൺ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് തരാം, നിങ്ങൾ അതൊന്ന് കേട്ട് പഠിക്കുക കേട്ടോ. സബ്ജക്റ്റ് പ്രൊനൗൺ ആണ് നമ്മുടെ സബ്ജക്റ്റിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ വരുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ വേർബ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും പ്രവർത്തികൾക്കാണ് വേർബ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് വേർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് നമ്മൾ പറയുന്നത്. അത് നമ്മൾ കൈകൊണ്ട് ചെയ്താലും കാലുകൊണ്ട് ചെയ്താലും മനസ്സുകൊണ്ട് ചെയ്താലും കണ്ണുകൊണ്ട് ചെയ്താലും ചെവി കൊണ്ട് ചെയ്താലും എങ്ങനെ ചെയ്താലും ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മൾ എന്തെന്ന് പറയും? വേർബ് എന്ന് പറയും. വെർബ് എന്ന് നമ്മൾ അങ്ങനെ പറയും. വെർബ് എന്ന് പറയല്ല, നമ്മൾ ആറിനെ സൈലന്റ് ആക്കി വെക്കുക, എന്നിട്ട് പറയാ വേർബ് എന്ന് പറയും. അപ്പൊ നമുക്കതറിയാം. പക്ഷേ ഈ വേർബ് പലതരം ഉണ്ട് അല്ലെ? അതായത് ഏതൊക്കെയുണ്ട്? ഓക്സിലറി വേർബ് ഉണ്ട്, പിന്നെ മെയിൻ വേർബ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റീവ് വേർബ് ഉണ്ട്, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ഇങ്ങനെ എല്ലാ വേർബുകളുമുണ്ട്. ആക്ച്വലി നമ്മൾ ഈ വേർബുകളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ വേർബിന്റെ ആദ്യ ഒരു ഭാഗം എന്ന പോലെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഓരോ പാട്ടായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് സ്വിം, നീന്തുക, ഡാൻസ്, പിന്നെന്താ, റൺ, ഓടുക, പിന്നെ ലാഫ്, ചിരിക്കുക. അത് എന്ന് പറഞ്ഞാൽ ലാഫ് എന്ന് പറഞ്ഞാൽ നമ്മളത് കൈകൊണ്ട് ചെയ്യേണ്ടതല്ല, പക്ഷെ അത് ഒരു പ്രവൃത്തിയാണ്. ലാഫ്, ചിരിക്കുക, തിങ്ക്, ചിന്തിക്കുക, ഈറ്റ്, കഴിക്കുക. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് കുറെ വേർബ് തന്നിട്ടുണ്ടായിരുന്നു, അതൊന്നും നിങ്ങൾ കേൾക്കണം കേട്ടോ. കം, വരിക, ഇതെല്ലാം എന്താണ്? പ്രവൃത്തികളാണ്. ഇതിനെയെല്ലാം നമ്മൾ എന്തെന്നാണ് പറയുന്നത്? വേർബ് എന്നാണ് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ കാലങ്ങൾ അനുസരിച്ചിട്ട് വേർബിനെ നമ്മൾ മെയിൻ ആയിട്ട് തിരിക്കുന്നത് ഏതൊക്കെയാണ്? V1 എന്നും V2 എന്നും V3 എന്നും മെയിൻ ആയിട്ട് നമ്മൾ തിരിക്കും. V1 എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലും, V2 എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലും, V3 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിലുമാണ് ഉള്ളത്. ക്ലിയർ ആക്കി പോണേ. V1 എന്ന് പറയുന്നത് അതായത് ബേസ് ഫോം ഓഫ് ദ വേർബ് ഉള്ളത് പ്രസന്റ് ടെൻസിലും, എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസിലുള്ളത് V2ഉം, പെർഫെക്റ്റ് ടെൻസിലുള്ളത് V3യുമാണ്. പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് ഞാൻ അടുത്ത ഒരു ദിവസം ഈ വേർബിന്റെ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരൂ കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ING ഫോം ഉണ്ട്, യെസ് ഫോം ഓഫ് ദ വേർബ് ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ടും പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പിന്നെ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഇനി ഫ്യൂച്ചർ ടെൻസിലാണ് എങ്കിൽ വേർബ് എപ്പോഴും എങ്ങനെയാണ്? ING ഫോമിലാണ്. ക്ലിയർ ആയല്ലോ? പ്രസന്റില് V1, പാസ്റ്റ് V2, വേർബ് സെക്കൻഡ് ഫോം, പെർഫെക്റ്റ് V3, വേർബ് തേർഡ് ഫോം, ഫ്യൂച്ചർ ടെൻസിൽ വേർബ് ING ഫോം. ക്ലിയർ ആയോ? ഇത് നമുക്ക് ടെൻസസിന്റെ ക്ലാസ്സസിൽ നമുക്ക് ഈ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഒക്കെ നോക്കാം. ഇനി ഈ വേർബിനകത്ത് റെഗുലർ വേർബുമുണ്ട്, ഇറഗുലർ വേർബുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കുട്ടികളാണെങ്കിൽ ആരാണ് ശ്രദ്ധിച്ചിരിക്കണം. റെഗുലർ വേർബും ഇറഗുലർ വേർബുമുണ്ട്. റെഗുലർ വേർബ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കൂ, വോക്ക്, വോക്ക്ഡ്, വോക്ക്ഡ്. അതായത് ഈ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബും തേർഡ് ഫോം ഓഫ് ദ വേർബും ഒരുപോലെയാണ് വന്നിരിക്കുന്നത് അല്ലെ? വോക്ക്, വോക്ക്ഡ്, വോക്ക്ഡ് ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ V2ഉം V3യും ഒരുപോലെ വരുന്ന വേർബിനെയാണ് നമ്മൾ റെഗുലർ വേർബ് എന്ന് വിളിക്കുന്നത്. എന്താണ്? വോക്ക് എന്തായി? വോക്ക്ഡ്, വോക്ക്ഡ് എന്നായി മാറി. അപ്പൊ അതെന്തായി? റെഗുലർ വേർബാണ്. ലുക്ക്, ലുക്ക്ഡ്,
ലുക്ക്ഡ്. അപ്പൊ നിങ്ങൾ നോക്കൂ, സെക്കൻഡ് ഫോമും തേർഡ് ഫോമും എന്താണ്? ഒരുപോലെയാണ്. അപ്പൊ അതെന്തായി? റെഗുലർ വേർബായി മാറി. ഇനി സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. അപ്പൊ അതെന്തായി? റെഗുലർ വേർബായിട്ട് മാറി. ഈ റെഗുലർ വേർബ് പാസ്റ്റ് ഫോമിൽ കൂടുതലും ഇ വരും. അപ്പോൾ എന്താ പറയുക, V3യിലും ഇ ആയിരിക്കാം. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇറഗുലർ വേർബ് എന്ന് പറയുന്നത് പാസ്റ്റും പെർഫെക്റ്റും V3യും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഗോ നിങ്ങൾ നോക്കൂ, ഗോ, വെന്റ്, ഗോൺ, അങ്ങനെയാണ്. ഈ വെന്റും ഗോണും തമ്മിൽ ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഇറഗുലർ വേർബ് എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ പറയുന്നത്? ഗോ, വെന്റ്, ഗോൺ എന്നാണ്. അപ്പൊ അത് എന്താണ്? ഇറഗുലർ വേർബാണ്. കാരണം ഒരേപോലെയല്ല. ഗോ, വെന്റ്, വെന്റ് എന്നല്ല വരുന്നത്. അപ്പൊ അത് ഇറഗുലർ വേർബ് എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ സി, സി എന്താണ്? സോ, സീൻ. ഈ സോയും സീനും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ വ്യത്യാസമുള്ള വേർബുകളെയാണ് നമ്മൾ ഇറഗുലർ വേർബ് എന്നും, ഒരേപോലെ ഇരിക്കുന്ന വേർബുകളെ നമ്മൾ റെഗുലർ വേർബും എന്നാണ് പറയുന്നത്. അപ്പൊ വേർബ് ക്ലിയർ ആയല്ലോ. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നമ്മൾ വേർബിന് എന്തുകൊണ്ടാണ് അപ്പ് ചേർക്കുന്നത്, വേർബിന്റെ കൂടെ എന്തുകൊണ്ടാണ് ഓൺ, എന്തുകൊണ്ടാണ് വിത്ത്, ഇതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ ഇതൊക്കെ പഠിത്തം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ നിങ്ങൾ സ്വന്തം പഠിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വേർബ് എന്താണെന്ന് പഠിച്ചു. വേർബില് കാലങ്ങൾ അനുസരിച്ചിട്ട് 3 types ഓഫ് വേർബ്, അല്ലെങ്കിൽ 4 5 എന്നൊക്കെ പറയും. പ്രധാനമായും നമ്മൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പെർഫെക്റ്റ് ടെൻസ്, കണ്ടിന്യൂസ് ടെൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ റെഗുലർ വേർബ് ഉണ്ട്, ഇറഗുലർ വേർബ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. V2ഉം V3യും ഒരുപോലെ വന്നെങ്കിൽ നമ്മൾ അതിനെ റെഗുലർ വേർബ് എന്നും, V2 V3 വ്യത്യസ്തമായിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇറഗുലർ വേർബും എന്നുമാണ് വിളിക്കുന്നതെന്ന് പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? യെസ്, ക്ലിയർ ആയോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വളരെ എളുപ്പമാണല്ലോ എന്ന്. പക്ഷെ അല്ല, നിങ്ങൾ ഇത് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ തെറ്റുകൾ കൂടാതെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേർബ് എന്താണെന്നും വേർബ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, റൺ പ്രസന്റ് ടെൻസ് ആണ്. റൺസും എന്ത് തന്നെയാണ്? പ്രസന്റ് ടെൻസ് തന്നെയാണ്. പക്ഷെ അവിടെ യെസ് വന്നു. എന്താ വ്യത്യാസം? അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ വേർബ് ഒന്ന് നല്ലോണം കേട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാനിപ്പോൾ തരുന്ന ക്ലാസ്സുകളെല്ലാം വളരെ ചെറുതാണ്. കേട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പേഴ്സണൽ ക്ലാസ്സുകളുണ്ട്. അതിപ്പോൾ വീട്ടിലിരിക്കുന്ന 10th റിസൾട്ട് വന്നിരിക്കുന്ന, CBSE റിസൾട്ട് CBSE ആണെങ്കിൽ പോലും കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പേഴ്സണൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കും പേഴ്സണൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും എൻ്റെ നമ്പർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഭയങ്കര ചൂടാണ്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. മക്കളൊക്കെ വെയിലത്ത് കളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പകൽ സമയത്തൊന്നും കളിച്ചുകൊണ്ട് നടക്കാതെ നമ്മുടെ സ്പീക്കിംഗ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ ഇംഗ്ലീഷൊക്കെ കുറച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരോടും നന്ദി പറയുന്നു. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.